Your Honor, the evidence in this case conclusively shows that the accused acted in sheer self-defense. ഒരു കാമഭ്രാന്തന്റെ മുമ്പിൽ ചെന്നുപെട്ട് പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന എന്റെ കക്ഷി. സ്വയരക്ഷയ്ക്ക് വേണ്ടിയും ഭാരത വനിതകൾ പരിപാവനമായി കരുതുന്ന ചാരിത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടത്തിലാണ് ആനന്ദ് മരിക്കാനിടയായത്. So my client is fully entitled for the benefits of exemption under section 300 of the Indian Penal Code. അതുകൊണ്ട് എന്റെ കക്ഷിയെ വെറുതെ വിടണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അപേക്ഷിക്കുന്നു. That's all, Your Honor. What do you say, Mr. Prosecutor? Your Honor, I am surprised to hear the submissions of my learned friend that the accused has committed this crime just to protect her chastity. Exhibit T15 ആയി ഹാജരാക്കിയിരിക്കുന്ന ഡോക്യുമെന്റ്സ് എന്റെ സഹപ്രവർത്തക മറന്നു കളഞ്ഞതാകാം. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? No, you can't. അവിവാഹിതയായ നിങ്ങൾക്കിപ്പോൾ 3 മാസം ഗർഭമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? I object, Your Honor. You should look into the documents before you object it. What documents are you referring to? Exhibit T15 medical certificate, Your Honor. Objection overruled. You can proceed. സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായി ഗർഭിണിയായാൽ കൂടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാന്ന് പറയാൻ മടി കാണിക്കില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന്? നോ, യു കാൺ സേ. മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാൻ നിങ്ങൾക്ക് കഴിയും. Excuse me. May I make a submission, Your Honor? ഇതുവരെ റിലേ ചെയ്യാതിരുന്ന ഡോക്യുമെന്റ് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുകയാണ്. So, I have to take further instructions from my client. They are arguing on the evidence already adduced. What do you say, Mr. Prosecutor? I have no objection, Your Honor, in my learned friend taking any number of instructions from her client. The case is adjourned to 30th of this month. എന്നാലും ആ കുട്ടിക്ക് എന്നോട് പറയാമായിരുന്നില്ല. എനിക്കും അറിയില്ലായിരുന്നു. വക്കീലിനോടും ഡോക്ടർമാരോടും ഒന്നും വിളിച്ചേക്കാം. രവി, 1 second. ഞാൻ പോട്ടെ. ഇന്നത്തെ പെർഫോമൻസ് കലക്കിയിട്ടുണ്ട്. ശശികല ഒട്ടും മോശമില്ലായിരുന്നു. സ്വന്തം വർഗമായതുകൊണ്ടായിരിക്കും ഇത്ര ആവേശം. നാട്ടിൽ പെട്ടപ്പോ ഇന്നലെ ഹസ്ബൻഡിന് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ. അറിഞ്ഞു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണെന്നാണല്ലോ കേട്ടത്. ESI ഡോക്ടർ അല്ലേ, തൊഴിലാളികൾക്ക് ലീവ് എഴുതി കൊടുത്ത് കണ്ടമാനം കാശ് വാങ്ങിക്കുന്നുണ്ടാവും. ട്രാൻസ്ഫറിന് അതൊരു കാരണം മാത്രം. ശശികലയാണ് ഡോക്ടറെ കോട്ടയത്ത് കൊണ്ടാക്കിയെന്ന് കേട്ടല്ലോ. പോയിരുന്നു. വരട്ടെ. പണിക്കരെ, 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 എന്താണോ ഇത് കോടതി വന്നിട്ട് കിടന്നുറങ്ങുന്നു? ഞാൻ ഇന്നലെ ഒരു വെടിക്കെട്ട് കാണാൻ പോയി. സ്വല്പം കണ്ണടച്ചു. വായിക്കിടങ്ങനെ തുപ്പി കളഞ്ഞിട്ട് സംസാരിക്കണോ? ഇപ്പൊ വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. 20 പൈസ ആർക്കില്ല, തള്ളിപ്പോൺ സാർ. തന്റെ 20 പൈസക്ക് വേണ്ടി എന്റെ ദേഹം മുഴുവൻ ചീത്തയാക്കണോ? എപ്പോ നോക്കിയാലും ഉണ്ടാവും വായി കുറുകുറ. തനിക്കൊന്ന് നിർത്തിക്കൂടെ? ഇത് പരമ്പരാഗതമായി കിട്ടിയ ഒരു അനുഗ്രഹമാണ് സാർ. എന്ത് മുറുക്കലോ? യെസ് സാർ. എന്റെ അച്ഛൻ ഗോപാലപ്പണിക്കരി മുറുക്കും, അമ്മ ഭഗീരഥി മുറുക്കും, അമ്മാവൻ മുറുക്കും, ഭാര്യ മുറുക്കും, മകൻ മുറുക്കും, മകളും മുറുക്കും. അപ്പൊ ഒരു കോളാമ്പി ഫാമിലി ആണല്ലേ? താൻ വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരണം. യെസ് സാർ. ഗുഡ് ഈവനിങ് എന്ത് കുട്ടി? ഓ, ഞാനത് മറന്നു. കൊച്ചുകുട്ടിയല്ലേ എന്നും ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ. പുറത്ത് എവിടെയെല്ലാം പോയിട്ട് വരുന്നതാ? അതിനല്ലേ ഷൂ ഇട്ടിരിക്കുന്നത്. എന്ത് പറഞ്ഞാൽ രവേട്ടിന് ഓരോ ന്യായീകരണം ഉണ്ടാവുമല്ലോ. അഡ്വക്കേറ്റ് ആയതുകൊണ്ടാ.
ചായ എടുത്തിട്ട് വരാം. എന്റെ കുട്ടി, ഉം? ഇന്ന് നിന്റെ ഫേവറേറ്റ് സിംഗർ ശ്രീദേവിയുടെ കേസിന്റെ ആർഗ്യുമെന്റ് ആയിരുന്നു. എന്നിട്ട് എന്റെ പെർഫോമൻസ് നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ നിൽക്കുന്ന പ്രതി അവിവാഹിതയായ ഈ സ്ത്രീ ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ സഹപ്രവർത്തകയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? നോ, യു കാൺ. എന്താ രവിട്ട ഇത്? കോടതിയെന്ന് വെച്ചിട്ടാ? ഏകരവനെ സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശേഷിപ്പിക്കാവുന്ന ചാരിത്രത്തെക്കുറിച്ച് ബോധമുള്ള ഏതൊരു സ്ത്രീയും അവിഹിതമായ ഗർഭിണിയായാൽ പോലും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനാരാണെന്ന് പറയാൻ മടിക്കില്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ശ്രീദേവിയെ കുറിച്ച് രവിട്ടൻ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നില്ല. ആ കുട്ടി നിരപരാധിയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. എന്റെ ജോലി ഞാൻ ചെയ്യും. നീ കോളേജിൽ പഠിക്കുമ്പോ ആ കുട്ടിയുടെ ഗാനമേള കേട്ടിട്ടുണ്ടെന്ന് വെച്ച് അവൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? നീ അവിരച്ച് വിളമ്പിക്കും. ശ്രീദേവിക്ക് സ്വന്തക്കാരും ബന്ധുക്കളുമായി ആരുമില്ല. അതുകൊണ്ടാണ് ഈ കേസ് ഞങ്ങൾ ട്രൂപ്പുകാർ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത്. ആ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണ്. ഐ അഗ്രി. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്താ ഫലം? പ്രോസിക്യൂഷൻ അത്രയ്ക്ക് ശക്തമാണ്. ശ്രീദേവിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കേസിന് അല്പം ബലം കിട്ടിയില്ല. അതവളോട്ട് പറയുന്നില്ല. അല്ല, ശ്രീദേവിക്ക് അങ്ങനെ ആരെങ്കിലുമായി ബന്ധമുള്ളതായി? ഇല്ല, ഞങ്ങൾക്കങ്ങനെ യാതൊരു അറിവുമില്ല. ഇനിയിപ്പോ വക്കീൽ സാറ് ചോദിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരിക്കും. ശരി, ഇല്ല, എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതെല്ലാം ഞാൻ കോടതിയിൽ പറഞ്ഞതാണ്. ശ്രീദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നോട് തുറന്നു പറയൂ. എന്നാൽ മാത്രമേ കേസിന് അല്പമെങ്കിലും ബലം കിട്ടുകയുള്ളൂ. ആരാണ് ശ്രീദേവിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ? പ്ലീസ് ടെൽ മീ ശ്രീദേവി. എന്നോടെങ്കിലും പറയൂ. ഇല്ല, ഞാനത് പറയില്ല. എന്നോട് അത് മാത്രം ചോദിക്കരുത്. എനിക്കൊരു അപേക്ഷയുള്ളൂ. എനിക്ക് ഏറ്റവും വലിയൊരു ശിക്ഷ വാങ്ങിത്തരും. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനെന്നല്ലേ പറയാറ്.